ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരും. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് കടന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ നിത്യജീവൻ ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10 പ്രത്യേകിച്ച് 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു സംഭവം കാണാം. മോശ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കടന്നു വരുന്ന ഒരു മനോഹരമായ ഒരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മോശ തൻ്റെ പ്രിയപ്പെട്ട ജനവുമായിട്ട് ഫറവോയുടെ അവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ജനവുമായിട്ട് നടന്നു പോവുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി ദൂരം എത്തിക്കഴിയുമ്പോൾ അവർ കാണുന്ന ഒരു വലിയൊരു കാഴ്ചയുണ്ട്. തങ്ങളുടെ മുൻപിൽ വലിയൊരു കടൽ, ചെങ്കടൽ അവർ കാണുകയാണ്. ഇനി മുൻപോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ള അസ്വസ്ഥതകൾ അവർക്കുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മുൻപിൽ ചെങ്കടൽ, പുറകെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോയുടെ സൈന്യം ഇവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഫറവോയുടെ സൈന്യം വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തങ്ങൾ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മോശ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മോശയോട് പരിഭവം പറയുന്നുണ്ട്. മോശേ, നീ എന്തിനാണ് ഞങ്ങളെ ഈ ഫറവോയുടെ അടിമത്തിൽ മോചിപ്പിച്ച് കൊണ്ടുവന്നത്? ഞങ്ങളെ കൊല്ലാനാണോ എന്ന് പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോശ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം പറയും, നീ എന്തിന് വിഷമിക്കുന്നു? എന്നെ വിളിച്ച് എന്തിന് നീ കരയുന്നു? നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക. ഉടനെ തന്നെ മോശ കയ്യിലിരുന്ന വടിയെടുത്ത് നീട്ടി ആ ചെങ്കടലിനെ 2ആയിട്ട് വിഭജിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ജനവുമായിട്ട് മറുകരയിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ദൈവജനമേ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇത് കണക്ക് ചെങ്കടൽ പോലെ അനേകം പ്രതിസന്ധികൾ കടന്നു വരും. ഈ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഇന്നും ജീവിക്കുന്ന ഈ ക്രൂശിതനായ യേശു നമ്മുടെ ജീവിതത്തിൽ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര തന്നെ പ്രതിസന്ധി ആവട്ടെ, രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, കടഭാരമാകട്ടെ, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളാകട്ടെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാകട്ടെ, എന്തു തന്നെ ആകട്ടെ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ മോശ മുട്ടുമടക്കിയതുപോലെ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ കർത്താവ് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം നമുക്ക് ഈ ശുശ്രൂഷ TV-യിലൂടെയും ഫോണിലൂടെയൊക്കെ കാണുന്ന മക്കളെ, നിങ്ങൾക്ക് പറ്റുമെങ്കിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പറ്റുമെങ്കിലൊന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യജീവനെ ലക്ഷ്യം വെച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ രോഗിയായിരിക്കാം, നീ കിടപ്പ് രോഗിയായിരിക്കാം, നീ തളർന്നവനാകാം, തകർന്നവനാകാം. നിൻ്റെ ജീവിതത്തിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മകനാകാം, മകളാകാം, കടഭാരമാകാം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠതകളാകാം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായ ജീവിതത്തിൽ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നിൻ്റെ ജീവിതത്തിൽ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. സ്വർണ്ണയിൽ അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ദൈവം നിന്നെ ശുദ്ധീകരിക്കും. എൻ്റെ പ്രിയമുള്ള മക്കളെ, ഈ നിമിഷം എല്ലാ നിയമങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത നിയമങ്ങളെയും നിത്യജീവനെ ലക്ഷ്യം വയ്ക്കി യാത്ര ചെയ്യുമ്പോൾ, പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെല്ലാം ഒന്ന് ഈശോയുടെ കയ്യിലൊന്ന് കൊടുത്തേ. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ഒരു ജീവിക്കുവാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും
എൻ്റെ ശിരസിൽ അവിടുന്ന് ഇതാ സ്വർണത്തിൻ്റെ ഒരു കിരീടം വയ്ക്കുമെന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു കർത്താവ്. ജോബ് 23:10 വചനം പറയുന്നു, അവിടെ തന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണത്തെ പോലെ പ്രകാശിക്കും. അതേ പ്രിയമുള്ളവരെ, സ്വർണത്തെ പോലെ പ്രകാശിക്കുവാനുള്ള വലിയൊരു അഭിഷേകത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി, ക്രൂശിതനായ യേശുവിനെ നോക്കി ചങ്കുപൊട്ടി ഒന്ന് വിളിക്കാമോ? യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരൊറ്റ വിളിക്കാമോ? യേശുവേ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച്. എല്ലാ മക്കളും ചേർന്ന് ശക്തമായ കരങ്ങളടിച്ച് ഇരുവശങ്ങളിലേക്ക് കരങ്ങൾ അടിക്കാമോ? സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാം, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം, പാവന സ്നേഹം നുകർന്നീടാം, ആ സ്നേഹമേവർക്കും പകർന്നീടാം. എല്ലാ മക്കളും ചേർന്ന് പാടാമോ? കണ്ടു ഭയം ചേർന്ന് പാടാമോ? സന്തോഷത്തോടെ ക്രൂശിതനായ ഈശോയെ നോക്കിയെന്ന് പാടിക്കേ. താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. രക്ഷയും കോട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ, സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. കരങ്ങൾ താഴ്ത്തി രണ്ട് വശങ്ങളിലേക്കും. നീ രോഗിയാണോ, കിടന്നുകൊണ്ടാണോ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നത്? നിനക്ക് പറ്റുന്ന രീതിയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. എന്റെ പ്രിയമുള്ളവരെ, യോഹന്നാൻ 16:33 തിരുവചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കും, എങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ലോകത്തെ കീഴടക്കിയ ഇന്ന് ജീവിക്കുന്ന സർവശക്തനായ യേശു നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയും ഏത് അവസ്ഥയെയും നമുക്ക് മറികടക്കുവാനുള്ള ശക്തിയും കൃപയും യേശു തരും. ശക്തമായ കരങ്ങൾ അടിച്ച് ആത്മാവിൻ രക്ഷയ്ക്കായുതകും നന്മകൾ ചെയ്തിടാനുണരാ. ചെങ്കട കണ്ടു കരങ്ങൾ ഉയർത്തി അടിച്ച് മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് വിളിക്കാമോ? യേശുവേ, നിത്യജീവന് രക്ഷയ്ക്ക് വേണ്ടി വിളിക്കാമോ? യേശുവേ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് ആടി പാടി എല്ലാ മക്കളും ചേർന്ന്. ലോകത്തിൻ ശക്തിയെ ഭയക്കേണ്ട, ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ.
സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം എല്ലാം മറന്ന് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തോണ്ട് ആരാധിച്ചേ. താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. രക്ഷയും കോട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ, സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. കരങ്ങൾ ഉയർത്തി അടിച്ച് കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ താഴ്ത്തി അടിച്ച് എല്ലാവരും ചേർന്ന് ആടി പാടി. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ. ശക്തമായ കരങ്ങൾ അടിച്ച് ആടി പാടി എല്ലാം മറന്ന് നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട്. ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ജീവിക്കുന്ന യേശുവേ, അപ്പാ പിതാവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് യേശുവേ യേശുവപ്പാ അതേ മക്കളെ, യേശുവാണ് രക്ഷ. നമുക്ക് ജീവൻ നൽകുന്നത് യേശുവാണ്. സത്യത്തിലൂടെ നമ്മളെ വഴി നടത്തുന്നത്. യേശുവേ യേശുവപ്പാ, സകലം കാക്കും ദൈവമവൻ. യേശുവേ എന്റെ അപ്പാ, എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഞാനിതാ വിളിക്കുന്നു അപ്പാ. യേശുവപ്പാ, യേശുവേ, oh Jesus, പരിപൂർണ നിശബ്ദതയിലേക്ക് കടന്നു വരിക. ആരും പാടണ്ട, സഹോദരങ്ങൾ മാത്രം പാടും. ഓ ഈശോയേ, എന്റെ കർത്താവേ, സകലം കാക്കും
വെച്ച് തന്നെ വച്ചിരിക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഈ സമയത്ത് 1 പത്രോസ് 5-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഓരോ സഹനത്തിൻ്റെയും പിന്നിലും ഈശോ വാഗ്ദാനം ചെയ്യുന്ന ഒരു അനുഗ്രഹമുണ്ട്. സഹനം ഒരു അനുഗ്രഹമാണ് മക്കളെ. ആ അനുഗ്രഹത്തിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണം. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയാണ് വിശുദ്ധ സീറ്റ. പ്രത്യേകിച്ച് അടുക്കളക്കാരുടെ ഒരു മധ്യസ്ഥ. 48 വർഷം ഒരടുക്കളയിൽ മാത്രം ജോലി ചെയ്ത് കടന്നുപോയ ഒരു മകൾ. അവളുടെ ജീവിതത്തിൽ അവൾക്കൊന്നിനോടും പരാതിയില്ല. അവൾക്ക് ഒറ്റ കാര്യങ്ങൾ, എത്ര ജോലി വേണമെങ്കിലും ചെയ്യും. പക്ഷെ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. എത്ര തിരക്കാണെങ്കിലും എത്ര പണിയുണ്ടെങ്കിലും. അങ്ങനെ ഇരിക്കെ കൂടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാർക്കൊക്കെ അസൂയയായി. ഇവള് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ മടിയാണ്. ഈ കാരണം കൊണ്ടാണ് ഇവള് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന, അങ്ങനെ സമയം കളയുന്നതെന്ന് പറയും, പരാതി പറയും. അപ്പോൾ യജമാനൻ ഇവളെ വിളിക്കും. അപ്പോൾ ഇവൾ പറയും, എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല, ഞാൻ അവരോടെല്ലാം ഈ സമയത്ത് ക്ഷമിക്കുകയാണ്, എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരോടെല്ലാം നിരുപാധികമായിട്ട് ക്ഷമിച്ചു. കുറ്റം പറഞ്ഞവരോട്, കളിയാക്കിയവരോട്, ഞെരുക്കങ്ങൾ പറഞ്ഞവരോട്, കുത്തുവാക്കുകൾ പറഞ്ഞവരോടെല്ലാം അവൾ ക്ഷമിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ യജമാനത്തേക്ക് അവളോട് അനുകമ്പ തോന്നി. എൻ്റെ പ്രിയമുള്ളവരെ, ആരോടും ഒന്നും പറയാതെ എല്ലാ വേദനകളും യേശുവിൻ്റെ ആ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരോടെല്ലാം നിരവധികം ക്ഷമിച്ച വിശുദ്ധ സീറ്റ എന്ന കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധിയാണ്. ഇന്ന് ശരീരം അഴുകാതിരിക്കുന്ന ഒരു വിശുദ്ധിയാണ്. വിശുദ്ധ ബക്കീതയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിശുദ്ധ ബക്കീത്ത തൻ്റെ 4 യജമാനന്മാരോട് നിരുപാധികമായിട്ട് ക്ഷമിച്ച വിശുദ്ധ. ജീവിതത്തിൽ ഇതുപോലെ ഞെരുക്കങ്ങളിലൂടെ, വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നുപോയൊരു വിശുദ്ധയില്ല. അത്രമാത്രം ശരീരം മുഴുവനും യജമാനന്മാർ അടിച്ച് കീറി ഉപ്പും മുളകുമൊക്കെ വെച്ച് തുന്നിക്കെട്ടി അത്രമാത്രം പീഡനങ്ങളോടെ കടന്നുപോയ മകൾ. ആ മകൾ വിശുദ്ധയാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവളുടെ ജീവിതത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, അവൾ ഈ 4 യജമാനന്മാരോടും ക്ഷമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പരാതിയില്ല അവരോട്. അവൾ പറയുന്നത് എങ്ങനെയാണ്, അവർ 4 പേരും കാരണമാണ് ഞാൻ നിൻ്റെ ഈശോയെ അറിയാനിടയായത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഓരോ സഹനങ്ങളും, ഓരോ വേദനകളും, നൊമ്പരങ്ങളും, ഒറ്റപ്പെടലുകളും ഒക്കെ കടന്നു വരുമ്പോൾ നീ ഒന്നിനോടും പരാതി പറയാതെ നിന്റെ സഹനങ്ങൾ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുക. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മെ നിത്യതയോടെ അടുപ്പിക്കണം, നമുക്ക് നിത്യതയിൽ പ്രവേശിക്കണം. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എല്ലാ മക്കളും ആഗ്രഹിച്ച് ഇപ്പോൾ മനസ്സിൻ്റെ കീറുന്ന നൊമ്പരങ്ങൾ, വിങ്ങുന്ന നൊമ്പരങ്ങളെല്ലാം ഒന്ന് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയോട് പറയണം, ഈശോയെ ഇതെല്ലാം എന്നിൽ തന്നെ ഇരിക്കട്ടെ, ഇതെല്ലാം ഞാനിതാ നിന്നിലേക്ക് ഇതാ സമർപ്പിക്കുകയാണ്. എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഈശോയെ എന്നെ നിത്യതയോടെ അടുപ്പിക്കണമേ. ഈശോയെ ആ ഒരു പ്രാർത്ഥനയോടുകൂടി എല്ലാ മക്കളും കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാമോ? കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച്, കണ്ണുകളൊന്ന് തുറന്നേ, കരങ്ങൾ വിരിച്ചു പിടിച്ച്. ഇവിടെ ഫ്ലോറിൽ ക്രൂശിത രൂപത്തെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകാം. ആ ക്രൂശിതനിലേക്ക് നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും ഒന്ന് സമർപ്പിച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയോടൊന്ന് പറഞ്ഞ്, ഈശോയെ ഇതെല്ലാം ഞാനിത് സമർപ്പിക്കുകയാണ്, എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നെ നിത്യതയോടെ നീ അടുപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരിനും എല്ലാ വേദനകൾക്കും ഇതാ ഞാൻ നന്ദി പറയുന്നു അപ്പ, എല്ലാത്തിനും ഇതാ നന്ദി പറയുന്നു. കണ്ണുകൾ തുറന്ന് ക്രൂശിത രൂപത്തെ നോക്കി കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ക്രൂശത്തിനെ നോക്കി ഒന്ന് പാടാമോ? എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന
എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുന്നപ്പാ. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി നോക്കി പാടാമോ? എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. സാന്നിധ്യം മതി നാഥ നിൻ സാന്നിധ്യം മതി. സാന്നിധ്യം മതി. എല്ലാ മക്കളും ചേർന്ന് പാടാമോ? നാഥ നിൻ സാന്നിധ്യം. യേശുവെ നോക്കി ഒന്ന് പാടാമോ വലിയ വിശ്വാസത്തോടെ? സാന്നിധ്യം മതി നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നന്ദി കർത്താവേ. യേശുവേ നന്ദി അപ്പാ. അനുഗ്രഹിക്കുന്ന നല്ല ഈശോയെ, എന്നെ തൊട്ടനുഗ്രഹിക്കുന്ന നല്ല കർത്താവേ. അങ്ങേ കൃപ അങ്ങേ കൃപാസാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ സമയമായിരിക്കുക. കാരണം നമ്മുടെ എല്ലാ സഹനങ്ങളെയും ഏറ്റെടുത്ത യേശു, നമ്മുടെ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത യേശു, ഇനി നമ്മൾ സഹനങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട്, കരം പിടിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് നമ്മുടെ ഈശോ
നമ്മുടെ കൂടെയുണ്ട്. Hallelujah. ആമേൻ.